പോയിന്റ് ബ്ലാങ്ക് എന്ന ഈ പരിപാടിയുടെ രണ്ടാമത്തെ എപ്പിസോഡാണിത്. ഞങ്ങളുടെ ആദ്യത്തെ എപ്പിസോഡിൽ ശ്രീ മോഹൻലാലാണ് വന്നത്. രണ്ടാമത്തെ എപ്പിസോഡിൽ ആരായിരിക്കണം ഗസ്റ്റ് എന്നുള്ളൊരു ചോദ്യം വന്നപ്പോൾ എനിക്ക് 2 നിർദ്ദേശങ്ങളാണ് ജീവൻ ടി വിന്ന് തന്നിരുന്നത്. ഒന്ന്, സിനിമയല്ലാത്തൊരു മേഖലയിൽ നിന്നൊരാൾ, പിന്നെ മോഹൻലാലിനോടൊപ്പം താരപ്രഭയുള്ള ഒരാൾ. ഇങ്ങനെ ഈ 2 കണ്ടീഷൻസ് പറഞ്ഞപ്പോൾ എനിക്ക് രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നില്ല സാറിൻ്റെ പേര് തിരഞ്ഞെടുക്കാൻ. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയതിന് 100 നന്ദി. ജനുവരി 1 മുതൽ ഇന്ന് വരെയുള്ള ദിവസങ്ങൾ വ്യക്തി ജീവിതത്തിലും രാഷ്ട്രീയ ജീവിതത്തിലും എങ്ങനെ സ്വയം വിലയിരുത്തുന്നു? അതായത് ഈ ഒരു മാസത്തെ ഈ ഗ്യാപ്പിൽ ഒരുപാട് സംഭവങ്ങൾ നടന്നു. എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഞാൻ സ്ഥിരമായി പാർലമെൻറ്റിലേക്ക് മത്സരിച്ച ആളും പാർലമെൻറ്റ് അംഗമായിരുന്ന ആളുമാണ്. അങ്ങനെ ഈ 2004 ജാനുവരി 1 തീയതി പിറക്കുമ്പോൾ, പുതുവർഷം പിറക്കുമ്പോൾ ഞാൻ അന്ന് MP ആയിരുന്നു. ഫെബ്രുവരി 6 ആയപ്പോൾ XMP ആയി, ലോക്സഭ പിരിച്ചു. ഫെബ്രുവരി 11 ആയപ്പോൾ മന്ത്രിയായി. അപ്പോൾ അങ്ങനെ ഒരു മാസത്തിനുള്ളിൽ MP, XMP, മന്ത്രി, ഈ 3 സ്ഥാനങ്ങൾ ഔദ്യോഗികമായിട്ട് വന്നിട്ടുണ്ട്. പാർലമെന്റിൽ നിന്നും സംസ്ഥാന മന്ത്രിസഭയിലേക്ക്. മുമ്പുണ്ടായിരുന്ന സ്ഥാനങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു മേഖലയിലേക്ക് ഒരു മാസത്തിനുള്ളിൽ വന്നു ചേർന്നു. വ്യത്യസ്തം എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണക്കാരുടെ ഒരു കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ താഴേക്ക് ഇറങ്ങുകയായിരുന്നില്ലേ? ഒരു കണക്കിന് വേണമെങ്കിൽ താഴേക്ക് എന്ന് പറയാം. കാരണം കോൺഗ്രസ് പാർട്ടിയുടെ ഭരണഘടന അനുസരിച്ച് കോൺഗ്രസിന്റെ ഏറ്റവും ടോപ്പ് പൊസിഷൻ എന്ന് പറയുന്നത് KPCC പ്രസിഡന്റ് പദവിയാണ്. കോൺഗ്രസിന്റെ മന്ത്രിമാരൊക്കെ പ്രസിഡന്റിന്റെ കീഴിൽ, പാർട്ടിയിൽ പറയുമ്പോൾ പാർട്ടി പ്രസിഡന്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്നവരാണ്. അപ്പോൾ ഈ 9 മന്ത്രിമാരുടെ മേലെ പാർട്ടിയിൽ പൊസിഷൻ ഉണ്ടായിരുന്ന ഒരാൾ ആ 9 മന്ത്രിമാരോടൊപ്പം ഒരാളായി എന്ന് പറയുമ്പോൾ അതിനെ ഒരു റിവേർഷനായി വേണമെങ്കിൽ കണക്കാക്കാം. പക്ഷേ കേരള രാഷ്ട്രീയത്തിൽ സംഭവിക്കാവുമായിരുന്ന ഒരു വലിയ പൊട്ടിത്തെറി ഒഴിവാക്കാൻ ഇതുകൊണ്ട് സാധിച്ചു എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. ആ പൊട്ടിത്തെറി എന്താണെന്നുള്ളത് പൊട്ടിത്തെറി എന്ന് വെച്ചാൽ കോൺഗ്രസ് രാഷ്ട്രീയം കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി വളരെയധികം ടെൻഷനിലും ഒരു പിളർപ്പ് വരെ പാർട്ടിയിൽ ഉണ്ടാകുമോ എന്നുള്ള രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി ഒരു ഡിവൈഡഡ് ഹൗസ് ആയിരുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ പാർട്ടിയിലൊരു പിളർപ്പ് എന്ന് ഏതാണ്ട് 80% ഉറപ്പായ ഒരു സാഹചര്യത്തിൽ ആ സാഹചര്യങ്ങളിൽ നിന്ന് പാർട്ടിയെ ഒന്നിച്ചു പോകുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തിക്കാൻ ഈ മാറ്റം കൊണ്ട് സാധിച്ചു എന്നാണ് എൻ്റെ വിശ്വാസം. ഇതിപ്പോൾ റൈറ്റ് ഫ്രം ദ ഹോഴ്സസ് മൗത്ത് എന്ന് പറയുമ്പോൾ സാറിൻ്റെ നാവിൽ നിന്ന് തന്നെ ഞാനിത് കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിൽ എനിക്ക് ഒഴിച്ചുകൂടാൻ കഴിയാത്തൊരു ചോദ്യം മനസ്സിൽ വരുന്നത്, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 1989 സാർ ആദ്യമായിട്ട് ലോക്സഭ ഇലക്ഷന് നിൽക്കുന്നതും. ആ സമയത്ത് ആ ലോക്സഭ ഇലക്ഷന് നിൽക്കുന്ന സമയത്ത് K. കരുണാകരന്റെ മകനാണ് എന്നതല്ലാതെ മറ്റെന്തൊക്കെയായിരുന്നു സാറിന്റെ? ഞാൻ പാർട്ടിയിലെ സേവാദളിന്റെ സംസ്ഥാന ചെയർമാനായി. അതെ. അന്ന് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന ശ്രീ രമേശ് ചെന്നിത്തലയ്ക്ക് അദ്ദേഹം നിയമസഭാംഗമായിരുന്നിട്ട് പോലും പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പാർട്ടി സീറ്റ് നൽകി. മറ്റൊരു പോഷക സംഘടന, കോൺഗ്രസിന്റെ പോഷക സംഘടനകളിൽ പ്രധാനപ്പെട്ട ഒരു പോഷക സംഘടനയുടെ സംസ്ഥാന അധ്യക്ഷൻ എന്നുള്ള നിലയ്ക്ക് എനിക്കന്ന് പാർട്ടി സീറ്റ് തന്നു. പക്ഷെ അതിലും അന്ന് മത്സരിക്കുമ്പോൾ സേവാദൾ സ്റ്റേറ്റ് ചെയർമാൻ എന്നുള്ള പാർട്ടിക്കാരിയാണ്. പക്ഷെ ജനത്തിന്റെ മുമ്പിൽ കരുണാകരന്റെ മകൻ തീർച്ചയായിട്ടും അത് തന്നെയാണ്. ഈ MP എന്ന് പറയുന്ന അവസ്ഥയിൽ നിന്ന് മന്ത്രി എന്ന് പറയുന്ന അവസ്ഥയിലേക്കുള്ള ഒരു യാത്രയുണ്ടല്ലോ, അത് എപ്പോൾ മുതലാണ് സാറിന്റെ മനസ്സിൽ ഒരു മന്ത്രി ആവണമെന്നുള്ള ഒരു ആഗ്രഹം അല്ലെങ്കിൽ ഒരു താല്പര്യം? ആഗ്രഹം ഇല്ലാന്ന് വെക്കുക, അങ്ങനെയാണെങ്കിൽ തന്നെ താല്പര്യം ഏതൊരു സ്റ്റേജ് മുതലാണ്? ഒരിക്കലും എനിക്ക് ഈ മന്ത്രിയാവാനോ അസംബ്ലിയിൽ മത്സരിക്കാനോ താല്പര്യം ഇല്ലാത്ത ആളാണ് അന്നും ഇന്നും ഞാൻ. ഇപ്പൊ 96 അന്ന് പാർട്ടിയിൽപ്പെട്ട പലരും എന്നോട് നിയമസഭയിലേക്ക് മത്സരിക്കാനാണ് ആവശ്യപ്പെട്ടത്. പക്ഷേ എനിക്ക് അന്നും ഇന്നും താല്പര്യം ലോക്സഭയോട്. സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഇപ്പൊ കാസർഗോഡ് മുതൽ പാറശാല വരെയുള്ള നെട്ടോട്ടം എന്നല്ലാതെ ഒരു MP എന്നുള്ള നിലയിലുള്ള പ്രവർത്തനങ്ങളുമായി നോക്കുമ്പോൾ അത് വളരെ പരിമിതമാണ് ഒരു മന്ത്രിയുടെ പ്രവർത്തനം എന്ന് പറയും. ഇന്ന് പാർട്ടിയിലുണ്ടായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന്റെ ഒരു ഫോർമുല എന്നുള്ള നിലയിൽ കോൺഗ്രസ് പ്രസിഡന്റാണ് സംസ്ഥാന ഗവൺമെന്റിൽ ചേരാൻ എന്നോട് ആവശ്യപ്പെട്ടത്. അപ്പോൾ ഒരു കോൺഗ്രസ് പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം ലാസ്റ്റ് വാക്ക് എന്ന് പറയുന്നത് ഞങ്ങളുടെ പാർട്ടിയുടെ
ഭരണഘടന അനുസരിച്ച് കോൺഗ്രസ് പ്രസിഡന്റാണ്. കോൺഗ്രസ് പ്രസിഡന്റ് ഗവൺമെന്റിൽ ചേരാൻ പറഞ്ഞു. പിന്നെ അവിടെ ഇഷ്ടാനിഷ്ടങ്ങൾക്കൊന്നും ഒരു പ്രസക്തിയില്ല, പിന്നെ ചേർന്നു. സാറിന്റെ ഒരു കാഴ്ചപ്പാടിൽ കോൺഗ്രസിന്റെ ഭാവി എന്താണ്? കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഭാവിയുള്ള ഒരു പാർട്ടിയാണ് ഇന്നും കോൺഗ്രസ്. സാറിന്റെ പെർസ്പെക്റ്റീവിൽ, സാറിന്റെ കാഴ്ചപ്പാടിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കേരള ചാപ്റ്ററിന്റെ നേതാവ് ആരാണ്? കേരള ഘടകത്തിന്റെ നേതാവെന്ന് പറയുന്നത് പാർലമെന്ററി പാർട്ടി ലീഡർ AK ആന്റണിയാണ്. PCC പ്രസിഡന്റായി CPP തങ്കച്ചനാണ്. കോൺഗ്രസിന്റെ എല്ലാവരും ബഹുമാനിക്കുന്ന ഒരു സീനിയർ നേതാവ് K കരുണാകരൻ. അപ്പൊ അങ്ങനെ പാത്രങ്ങൾ വലുതായല്ലോ അപ്പൊ ഉണ്ട്. പാർട്ടിയുടെ നിലയനുസരിച്ച് അപ്പൊ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഉണ്ട്, പ്രതിപക്ഷ നേതാവുണ്ട്. ആ രീതിയിലുള്ള അത് തന്നെയാണ് കോൺഗ്രസിനുള്ളത്. അപ്പോ സംസ്ഥാനത്തിലാകുമ്പോൾ ഈ സീനിയർ നേതാക്കന്മാരൊക്കെ പാർട്ടിയുടെ ഘടകങ്ങൾ തന്നെയാണ്. വ്യക്തിപരമായി കോൺഗ്രസിന്റെ തലപ്പാവിൽ സോണിയാഗാന്ധി ഇരിക്കുന്നത് അല്ലെങ്കിൽ നിലനിൽക്കുന്നത് അതിനോട് സാറിന് യോജിപ്പാണോ? അതോ അതായത് ശ്രീമതി സോണിയാഗാന്ധിയെ കോൺഗ്രസിന്റെ അധ്യക്ഷയായി തിരഞ്ഞെടുത്തു. എല്ലാ കാലഘട്ടങ്ങളിലും വർത്തമാന കാലഘട്ടങ്ങളിലൊക്കെ കോൺഗ്രസിന്റെ തലപ്പത്തിരുന്ന നെഹ്റു കുടുംബത്തിലെ അംഗങ്ങളാണ്. അങ്ങനെ വരുമ്പോൾ ഒരു ചോദ്യം നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നില്ല. അതായത് നെഹ്റു കുടുംബത്തിൽ പ്രസവം നിന്നാൽ കോൺഗ്രസിന് നേതാവില്ല എന്നാണോ? ഞാൻ പറയാൻ ജനറേഷൻ ഒരിക്കലും അവസാനിക്കുന്നില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ആ കുടുംബത്തിനോടൊരു സ്നേഹവും ആദരവും ഇന്ത്യയിലെ ജനങ്ങൾക്കുണ്ട്. മറ്റൊന്നും കൊണ്ടല്ല. ആ കുടുംബം ഇന്ത്യൻ രാഷ്ട്രീയത്തിന് നൽകിയ സംഭാവനകൾ, ആ സംഭാവനകളെ അംഗീകരിക്കുന്ന പാരമ്പര്യമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്. ഇതിപ്പോൾ നമ്മൾ മുരളീധരൻ എന്ന രാഷ്ട്രീയ നേതാവിനെ കുറിച്ചും രാഷ്ട്രീയ പ്രവർത്തകനെ കുറിച്ചും KPCC പ്രസിഡന്റിനെ കുറിച്ചൊക്കെ നമ്മൾ കുറച്ചധികം സംസാരിച്ചു. പ്രേക്ഷകർക്ക് അറിയാൻ താല്പര്യമുള്ളത് മുരളീധരൻ എന്ന വ്യക്തിയെക്കുറിച്ചാണ്. അതായത് അച്ഛന്റെ തണലിൽ അല്ലെങ്കിൽ അച്ഛന്റെ മേൽവിലാസത്തിൽ വളർന്നു വന്ന, ഞാനൊന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ, സാറിന് ദേഷ്യം വരുന്നുണ്ട്. അച്ഛന്റെ ഈ ചോദ്യങ്ങൾ പ്രകോപിതനാവാത്ത ഒരാളാണ് ഞാൻ. കാരണം ഇതിലേറെ വലിയ ചോദ്യങ്ങൾ നേരിട്ടുകൊണ്ടാണ് ഈ സ്ഥാനത്തൊക്കെ ഇത് ഈ കരുണാകരന്റെ മകൻ K കരുണാകരന്റെ മകൻ എന്ന നിലയിൽ ഈ സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെയൊക്കെ കണ്ണിലൂടെ നോക്കുമ്പോൾ അച്ഛനെ തള്ളിപ്പറഞ്ഞ കൊണ്ട് പാർട്ടി എന്ത് താല്പര്യം ആയിക്കോട്ടെ പാർട്ടി താല്പര്യങ്ങൾക്ക് കൂടെ നിന്നു എന്നാണ് പറയുന്നത്. അപ്പൊ അതിൽ വ്യക്തി ജീവിതത്തിൽ സാറിന് മകൻ എന്ന നിലയ്ക്ക് സാറിനെ അത് ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ടാവണം. കാരണം ഞാൻ TV അത് കാണുന്ന ദിവസം, അതായത് KPCC പ്രസിഡന്റ് സ്ഥാനം സാർ രാജിവെക്കുന്ന ദിവസം ആദ്യമായിട്ടാണ് ഈ ചിരി ഇല്ലാതെ ഒരു K മുരളീധരനെ ഞാൻ കാണുന്നത്. ചിരി മാഞ്ഞു പോയ ഒരു K മുരളീധരൻ, വിസിബിളി അപ്സെറ്റ് എന്നൊക്കെ പറയുന്ന ഒരു പരുവത്തിൽ K മുരളീധരനെ കാണുന്നത് ഞാൻ ആദ്യമായിട്ടാണ്. അതുപോലെ തന്നെയാണ് പ്രേക്ഷകർ പലരും. അതൊന്ന് സാറിന്റെ അന്നത്തെ ആ അനുഭവം. അതായത് ഈ ഞാൻ ഇത്രയും രാഷ്ട്രീയ രംഗത്ത് വളർന്നതിൽ K കരുണാകരന്റെ മകൻ എന്നുള്ളത് ഒരു പ്രധാന സ്ഥാനം തന്നെയാണ്. ഞാൻ പറഞ്ഞല്ലോ 89-ൽ പാർട്ടിയുടെ ഒരു ഉന്നത സ്ഥാനം ഉണ്ടായിരുന്നെങ്കിലും ജനങ്ങൾ കണ്ടത് കരുണാകരന്റെ മകൻ എന്നുള്ള നിലയ്ക്കാണ്. അതൊരു വലിയൊരു പ്ലസ് പോയിന്റ് തന്നെയായിരുന്നു. പക്ഷെ അതുകൊണ്ട് ഒരാളുടെ മകനായതുകൊണ്ട് മാത്രം രാഷ്ട്രീയത്തിൽ വിജയിക്കണം എന്നില്ല. അതിന് സ്വന്തം കഴിവ് കൂടെ വേണം. ജനം എന്ന് പറയുന്നത് കരുണാകരൻ ഇഷ്ടപ്പെടുന്നവരുണ്ട്, ഇഷ്ടപ്പെടാത്തവരുണ്ട്. അപ്പൊ അങ്ങനെ, പക്ഷെ വോട്ടവകാശം എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ഒരാളെ തെരഞ്ഞെടുത്ത് അയക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കഴിവുകളും ഒരു പ്രധാന ഘടകമാണ്. ഇപ്പൊ ഞാൻ തന്നെ 89-ലൊക്കെ സ്ഥാനാർത്ഥിയായി വന്ന് പല സ്ഥലത്തും സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ എന്റെ പെർഫോമൻസ് വാച്ച് ചെയ്ത ആൾക്കാരുണ്ട്. അപ്പൊ ആദ്യം എന്റെ എതിരാളികൾ പറഞ്ഞു ഒരു കഴിവില്ലാത്ത ആളാണ്, കരുണാകരന്റെ മകനുള്ള കെയർ ഓഫിൽ മാത്രമാണ് സ്ഥാനാർത്ഥിയാവുന്നത്. പക്ഷേ എന്റെ സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്കുള്ള എന്റെ ചില പെർഫോമൻസ് കണ്ടപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പലരും ശ്രോതാക്കൾ എന്നെ പലരും ഉറക്കെ പറയുകയുണ്ടായി, ഇദ്ദേഹത്തിനെ കുറിച്ച് ഇങ്ങനെയൊന്നും അല്ലല്ലോ ഞങ്ങൾ കേട്ടിരുന്നത്. അപ്പൊ അതുകൊണ്ട് ജനം കഴിവുകൂടെ നോക്കിയതിന് ശേഷമേ അംഗീകരിക്കൂ. പക്ഷേ കരുണാകരന്റെ മകൻ എന്നുള്ളത് എന്റെ ജീവിതത്തിലൊരു പ്ലസ് പോയിന്റ് തന്നെയാണ്. പക്ഷെ അതേ സന്ദർഭത്തിൽ ഞാൻ ഈ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനായപ്പോൾ ഭരിക്കുന്ന ഗവൺമെന്റുമായി ശ്രീ K കരുണാകരൻ എന്റെ പിതാവിന് പല കാര്യങ്ങളും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. പിന്നെ അദ്ദേഹത്തിന്റെ ശൈലി എന്ന് പറഞ്ഞൊരു പ്രത്യേക ശൈലിയാണ്. പഴയ തലമുറയിൽപ്പെട്ടവരൊക്കെ ഉണ്ടല്ലോ, കാര്യങ്ങളൊന്നും അങ്ങനെ മറച്ചു വെക്കില്ല, തുറന്നടിക്കും. അത് ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടാലും ശരി, ഇല്ലെങ്കിലും ശരി. പക്ഷെ അങ്ങനെ തുറന്നടിക്കുമ്പോൾ പാർട്ടി പ്രസിഡന്റ് എന്നുള്ള നിലയിൽ എനിക്കത് അത് മുഴുവൻ ഞാൻ അംഗീകരിച്ചാൽ എനിക്ക് പാർട്ടി ഒന്നിച്ചു കൊണ്ടുപോകാൻ പ്രയാസമാണ്. അങ്ങനെ ഒരു ഘട്ടം വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ആ പറയുന്ന ചിലതൊന്നും ശരിയല്ല, ഇന്ന രീതിയാണ് ശരി. പക്ഷെ ഈ അടുത്ത കാലത്തായിട്ട് വീണ്ടും ഞങ്ങൾക്ക് യോജിക്കാവുന്ന മേഖലകളുണ്ടായി. പക്ഷേ കഴിഞ്ഞ ജനുവരി 28-ാം തീയതി അദ്ദേഹം ഒരു ചില പ്രഖ്യാപനങ്ങൾ നടത്തിയപ്പോൾ അത് പാർട്ടിയുടെ ചട്ടക്കൂട്ടിൽ നിന്നും നമ്മളെല്ലാവരും പുറത്തു പോകുമെന്നൊരു ഭയമുള്ളത് കൊണ്ട്
ഞാൻ കോൺഗ്രസിനോടൊപ്പം തന്നെ നിൽക്കും. എൻ്റെ പിതാവും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള കോൺഗ്രസിലെ വലിയ വിഭാഗവും ഇതിൽ തന്നെ നിൽക്കണം എന്നുള്ള ഒരു ശക്തമായിട്ടുള്ള ഡിമാൻഡാണ് എൻ്റെ ഭാഗത്തുണ്ടായത്. അങ്ങനെ വന്നപ്പോൾ സ്വാഭാവികമാണ് മാനസിക സംഘർഷങ്ങൾ ഉണ്ടാവും. KPCC പ്രസിഡന്റ് എന്നുള്ള നിലയിലുള്ള ഉത്തരവാദിത്വം ഒരു ഭാഗത്ത്, മറുഭാഗത്ത് ഇത്രയും വലിയൊരു പിതാവിൻ്റെ മകൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ താല്പര്യങ്ങൾ പൂർണ്ണമായി ഉൾക്കൊള്ളാതെ എതിരായി നിൽക്കേണ്ടി വന്ന പ്രയാസം ഉണ്ടാവും. ഇത് തമ്മിലുള്ള ഏറ്റുമുട്ടൽ പലപ്പോഴും മുഖത്ത് പ്രതിഫലിക്കും. മുഖം മനസ്സിന്റെ കണ്ണാടി എന്നാണല്ലോ പറയാറ്. ചില സന്ദർഭങ്ങൾ പ്രതിഫലിക്കും. ഇപ്പൊ 4 തവണ കേരളം ഭരിച്ച മുഖ്യ നേതാവിന്റെ, പിന്നെ കേരളത്തിലെ ഏറ്റവും സമുന്നതനായ രാഷ്ട്രീയ നേതാവിന്റെ ഒക്കെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ ആ മുഖഭാവം അദ്ദേഹത്തിന്റെ മുഖത്തും കണ്ടിരുന്നു. ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ചിരി മുഖത്തു നിന്ന് മാഞ്ഞ ഒരു കെ കരുണാകരനെ നമ്മൾ ഈ വിസിബിളി അപ്സെറ്റ് എന്ന് പിന്നെയും പറയേണ്ടി വരുന്നു. ആ അവസ്ഥയിൽ അദ്ദേഹത്തിനെ കാണുന്നു. അദ്ദേഹത്തിന്റെ ആ ഉള്ളിലുണ്ടായ വേദനകളെ കുറിച്ച് സാർ ബോധവാനായിരുന്നോ? തീർച്ചയായിട്ടും ഞാൻ ബോധവാനായിരുന്നു. കാരണം താൻ ഉദ്ദേശിച്ച രീതിയിൽ പോകുമ്പോൾ മകൻ തടസ്സം നിൽക്കുന്നതിന്റെ പ്രയാസമുണ്ടായി അദ്ദേഹത്തിന്റെ മുഖത്തും മനസ്സിലും. അപ്പൊ ഈ മനസ്സിലെ ഈ ഇമോഷൻസും ഈ സാറിന് അച്ഛനോടുള്ള അല്ലെങ്കിൽ വ്യക്തിബന്ധങ്ങളോടുള്ള ഇമോഷൻസും പിന്നെ ഇപ്പുറത്തെ ഭാഗത്ത് പാർട്ടി മൂല്യങ്ങളും അല്ലെങ്കിൽ പാർട്ടിയുടെ ഭാവിയും ത്രാസിൽ തൂക്കി വെച്ച് നോക്കിയപ്പോ തൂങ്ങിയതും അല്ലെങ്കിൽ പാർട്ടിയുടെ താല്പര്യങ്ങൾക്കായിരുന്നു പ്രയോറിറ്റി വന്നത്. മാത്രമല്ല ആ ഒരു തീരുമാനം കുറെയൊക്കെ ഞാൻ മാനസിക സംഘർഷം അനുഭവിച്ചാലും എന്നോട് പല കോൺഗ്രസ് പ്രവർത്തകരും പറഞ്ഞൊരു കാര്യമുണ്ട്. കെ കരുണാകരൻ എന്ന ഞങ്ങളുടെ ലീഡറെ നിങ്ങൾ ഒരിക്കലും ഒരു കോൺഗ്രസ്സുകാരനല്ലാതാക്കരുത്. കാരണം പാർട്ടിയിൽ നിന്ന് പുറത്തു പോയാൽ പിന്നെ കോൺഗ്രസ്സുകാരനല്ല. സാങ്കേതികമായി പറഞ്ഞാൽ മനസ്സിൽ കോൺഗ്രസ് ഉണ്ടാകാൻ ചിലപ്പോൾ പുതിയ പാർട്ടിയുടെ ചിഹ്നം കോൺഗ്രസിന്റെ, പാർട്ടിയുടെ കൊടി കോൺഗ്രസിൻ്റെതായിരിക്കാം, നേതാക്കന്മാർ കോൺഗ്രസിന്റെ നേതാക്കന്മാരായിരിക്കാം. പക്ഷേ സാങ്കേതികമായി പറഞ്ഞാൽ പുറത്തു പോയല്ലോ. ഇലക്ഷൻ കമ്മീഷനെ മുമ്പിൽ ചെല്ലുമ്പോൾ നിങ്ങൾ കോൺഗ്രസ് അല്ല. അപ്പൊ അങ്ങനെ ഇത്രയും വർഷം തൻ്റെ ജീവിതത്തിൽ കുട്ടിക്കാലം മുതൽ പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുകയും കോൺഗ്രസ് രാഷ്ട്രീയത്തിന് വേണ്ടി സ്വന്തം കുടുംബബന്ധം പോലും മറന്ന് പ്രവർത്തിക്കുകയും ചെയ്ത ഒരു വന്ധ്യവയോധികനായൊരു നേതാവിനോട് അവസാനം അദ്ദേഹത്തിനെ ആ പാർട്ടിക്കാരനല്ലാതാക്കരുത് എന്നുള്ള പ്രവർത്തകന്റെ വികാരം ഉണ്ടല്ലോ. ആ വികാരങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാൻ സാധിച്ചു എന്നും അതിൽ വിജയിക്കാൻ സാധിച്ചു എന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. അതേ സന്ദർഭത്തിൽ പിതാവിന്റെ ഈ ആശയങ്ങളുമായിട്ടൊരു സംഘർഷം വന്നപ്പോൾ ഉണ്ടായ മാനസിക സംഘർഷം. പക്ഷെ അവസാനം വിജയിച്ചത് സാധാരണ പ്രവർത്തകന്റെ വികാരമാണ്. കരുണാകരൻ ഇന്നും കോൺഗ്രസിൽ അടിയുറച്ചു നിൽക്കുന്നു. കോൺഗ്രസ് പാർട്ടിയിൽ പലർപ്പൊഴിവായി. അപ്പൊ അദ്ദേഹത്തിന് വല്ലാത്തൊരു ഗ്രീഫ് ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കുമെന്നുള്ളത് സത്യം. അപ്പൊ ഈ ഒരു ഹിസ്റ്റീരിയ ഓഫ് അദ്ദേഹത്തിന്റെ ആ ഒരു ഗ്രീഫ് കെട്ടടങ്ങി കഴിയുമ്പോൾ, സബ്സൈഡ് ചെയ്ത് കഴിയുമ്പോൾ സർ കെ കരുണാകരൻ കാര്യങ്ങളെ കുറച്ചുകൂടി വ്യക്തമായും ശക്തമായിട്ടും ഒക്കെ ഒന്ന് അവലോകനം ചെയ്യുമ്പോൾ അച്ഛനെന്ന നിലയിൽ അഭിമാനം കൊള്ളുമോ? തീർച്ചയായിട്ടും അദ്ദേഹം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. ആദ്യത്തെ ഒരു ചിലതൊന്നും അങ്ങ് അത്ര പെട്ടെന്ന് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ എങ്കിലും കാര്യങ്ങളുടെ റിയാലിറ്റി ഇപ്പോൾ അദ്ദേഹം മനസ്സിലാക്കി വന്നു. ഈ അടുത്ത കാലത്തിൽ അദ്ദേഹത്തിന്റെ പഴയ 2 ആഴ്ച മുമ്പുള്ള സ്റ്റേറ്റ്മെന്റും ഇന്നത്തെ സ്റ്റേറ്റ്മെന്റും ഗ്രാജുവലായിട്ട് അദ്ദേഹം അതിലേക്ക് ആ പാർട്ടി താല്പര്യങ്ങളിലേക്ക് മടങ്ങി വരും. അപ്പൊ മകനെന്ന നിലയിലും രാഷ്ട്രീയ നേതാവെന്ന നിലയിലും സാർ എടുത്ത തീരുമാനം കറക്റ്റ് ആണെന്നുള്ളത് തന്നെയാണ്. തീർച്ചയായിട്ടും. അതുകൊണ്ടാണല്ലോ ഒന്നല്ല ഞങ്ങളൊക്കെ ഇന്നും കോൺഗ്രസ്സുകാരായി നിൽക്കുന്നു. ഇതിന്റെ അകത്തിരുന്നുകൊണ്ട് എങ്ങനെ എന്തോ അഭിപ്രായം പറയാം. പക്ഷെ പുറത്തു പോയാൽ കുടുംബത്തിന് പുറത്തു പോയതുമല്ല. ഇതിപ്പോ ഞാനൊക്കെ വളരെ ചെറുപ്പത്തിൽ മുതൽ തന്നെ കെ കരുണാകരൻ എന്ന് പറയുന്ന ഒരു വലിയ നേതാവും നല്ല നേതാവുമായിട്ട് കണ്ടു വളർന്നിട്ടുള്ള ഒരു തലമുറയാണ് എന്റേത്, സാറിൻ്റെത് തന്നെ. ഞങ്ങൾ രാഷ്ട്രീയം മാറി നിന്നുകൊണ്ട് നോക്കുന്നവർക്ക്. പക്ഷെ എനിക്ക് തന്നെ ഈ ഒരു കരുണാകരന്റെ മുഖത്ത് കണ്ട വേദനയുണ്ടല്ലോ, ആ വേദന നിങ്ങൾ ഈ സാറിനോട് വെറുപ്പാണ് ഉണ്ടാക്കിയത്. അങ്ങനെ ഒരു ജനങ്ങളുടെ ഇടയിൽ അല്ലെങ്കിൽ വോട്ടേഴ്സിന്റെ ഇടയിൽ അങ്ങനെ ഒരു പ്രതികരണം ഒരു ഫാക്ഷൻ ഓഫ് ആളുകളുടെ ഇടയിലെങ്കിലും ഉണ്ടായിരിക്കും എന്നുള്ള കാര്യത്തിനെ കുറിച്ച് സാറ് പക്ഷെ എങ്കിലും അദ്ദേഹത്തിന്റെ പ്രയാസം അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വന്നാലും അദ്ദേഹം എന്നും കോൺഗ്രസ്സുകാരനാണ് എന്ന് നാളെ നമുക്ക് അഭിമാനത്തോടെ പറയാൻ സാധിക്കും. ഒരിക്കലും ഈ പ്രസ്ഥാനം വിട്ടുപോകാത്ത ഒരാളാണ് കെ കരുണാകരൻ എന്ന് പറയുമ്പോൾ ഭാവിയിൽ നമ്മുടെ പ്രവർത്തകർക്ക് ഉണ്ടാവുന്ന ഒരു ആവേശമുണ്ട്. അത് ഇപ്പൊ ഇന്നത്തെ ചില ഡിഫക്റ്റുകൾ നാളെ നമുക്ക് റെക്ടിഫൈ ചെയ്യാൻ പറ്റും. വ്യക്തി ജീവിതത്തിലെ ഒരുപാട് കാര്യങ്ങൾ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിക്കൊണ്ട് പാർട്ടിയുടെ മൂല്യങ്ങളെ, പാർട്ടിയുടെ താല്പര്യങ്ങളെ ഉയർത്തിപ്പിടിച്ച് കെ മുരളീധരൻ എന്ന വ്യക്തിയുടെ അല്ലെങ്കിൽ കെ മുരളീധരൻ എന്ന രാഷ്ട്രീയ നേതാവ്, രാഷ്ട്രീയ പ്രവർത്തകന്റെ അടുത്ത 10 വർഷം എങ്ങനെയായിരിക്കും ഒന്ന് ഊഹിച്ചു നോക്കാമോ? രാഷ്ട്രീയത്തിൽ എന്ത് സംഭവിക്കും എന്ത് സംഭവിക്കില്ല എന്നൊന്നും പ്രവചിക്കാൻ ഊഹം വേണ്ട. താല്പര്യമൊന്നുമല്ല, ഈ നന്നായി പ്രവർത്തിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും. ഏറ്റെടുത്ത കാര്യം ഭംഗിയായി ചെയ്തു തീർത്തു എന്ന് നാളെ ജനത്തിനെ കൊണ്ട് പറയിപ്പിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കും.
ഇപ്പോൾ എന്നോട് ചോദിച്ചാൽ അടുത്ത 10 വർഷത്തിന് ശേഷം എന്തായിരിക്കും ഇപ്പോൾ എന്നോടൊരു ചോദ്യം ചോദിച്ചാൽ എനിക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റും. കേരള ഹൈക്കോടതിയിൽ അറിയപ്പെടുന്ന ഏറ്റവും നല്ല ലേഡി ക്രിമിനൽ ലോയേഴ്സിന്റെ കൂട്ടത്തിൽ ഒരാളുടെ പേര് സംഗീത ലക്ഷ്മണ ആയിരിക്കണം എന്ന് എനിക്ക് വ്യക്തമായിട്ട് പറയാൻ കഴിയും. അങ്ങനെ സാറിനാന്തരുടെ വ്യൂ നിന്ന് നോക്കുമ്പോൾ 10 വർഷത്തിന് ശേഷം ഇന്നേക്ക് 10ാം വർഷത്തിലേക്ക് നോക്കുമ്പോൾ മുഖ്യമന്ത്രി സ്ഥാനം, കേരള സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനം ആഗ്രഹിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ താല്പര്യമുണ്ടോ? ഈ സ്ഥാനങ്ങൾ ലഭിക്കുകയും ലഭിക്കാതിരിക്കുകയോ ചെയ്യാം. പിന്നെ പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്നവരൊക്കെ എനിക്ക് ഒന്നിനോടും താല്പര്യമില്ല എന്ന് പറഞ്ഞ് അതിനോട് താല്പര്യം, അവിടെയാണ് എനിക്ക് ഒരു ഡിസ്പ്യൂട്ട്. ഞാൻ പറയാം, നാളെ പാർട്ടി എന്ത് സ്ഥാനം സ്വീകരിക്കാൻ പറഞ്ഞാലും സ്വീകരിക്കും. അതല്ല ഒന്നും ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ നിരാശയില്ല. കാരണം നിരാശപ്പെട്ടിട്ട് കാര്യമില്ല. അത് ഞാനൊരു ദൈവവിശ്വാസിയാണ്. തലയെഴുത്തിലൊക്കെ ധാരാളം വിശ്വസിക്കുന്ന ഒരു ഭക്തനും കൂടിയാണ്. അപ്പോൾ എൻ്റെ തലയിൽ ഇന്ന സ്ഥാനം വേണമെന്ന് ബ്രഹ്മാവ് എഴുതി വിട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ നാളെ അതാവും എന്നാണ് എൻ്റെ വിശ്വാസം. ആവില്ല എന്നുണ്ടെങ്കിൽ ആവില്ല. പക്ഷെ നമ്മളുടെ പ്രവർത്തികൾ നല്ല ക്ലിയറായി പോകണം. കെ കരുണാകരൻ എന്ന സമുന്നത നേതാവിനെ കുറിച്ച് ഒരു ചോദ്യം കൂടി ബാക്കി വരുന്നു. അതായത് സാറിൻ്റെ കാഴ്ചപ്പാടിൽ കെ കരുണാകരൻ എന്ന നേതാവിൻ്റെ ഇനി അങ്ങോട്ടുള്ള ഭാവി എന്തായിരിക്കും? അല്ല, അദ്ദേഹം പാർട്ടിയുടെ ഒരു മുതൽക്കൂട്ടായി നാളെയും തുടരും എന്നുള്ള വിശ്വാസമാണ് എനിക്ക്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ അദ്ദേഹം നാളെയും പറയും. അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾക്ക് കൂച്ചുകിടാൻ ആരെയും അദ്ദേഹം അനുവദിക്കില്ല. അതിപ്പോൾ ഞാനാണെങ്കിൽ അദ്ദേഹത്തിന്റെ ശൈലിയിൽ അദ്ദേഹം മുന്നോട്ട് പോകും. പക്ഷേ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ പാർട്ടിക്ക് എന്നും മുതൽക്കൂട്ടായിരിക്കും. നാളെ അത് തന്നെ ഉണ്ടാവും. പിന്നെ ഇത് നമ്മൾ പറയുമല്ലോ, ഇത് ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, ഇത്രയും എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള, ഇത്രയും പോപ്പുലർ ആയിട്ടുള്ള, ഇത്രയും അക്നോളജ്ഡ് ആയിട്ടുള്ള ഒരു നേതാവിനെ അദ്ദേഹത്തിന്റെ തീരുമാനങ്ങൾക്ക് അല്ലെങ്കിൽ അദ്ദേഹം എടുത്ത താല്പര്യങ്ങൾക്ക് എതിരായിട്ട് സാർ പ്രവർത്തിക്കുമ്പോൾ എവിടെയെങ്കിലും നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു അമച്വർ ഒരു ആറ്റിറ്റ്യൂഡ് ആയിരിക്കുമോ, അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞതാണോ ശരി, അദ്ദേഹത്തിന് പറഞ്ഞതിന്റെ എന്തെങ്കിലും ശരിയുടെ ഭാഗം ഉണ്ടാകുമോ എന്ന് ഇപ്പോൾ ഒരു റീതിങ്കിങ് ഇപ്പോൾ ഉണ്ടോ? അദ്ദേഹം പറയുന്നതിൽ ശരിയുടെ ഭാഗം ഞാൻ എപ്പോഴും തുറന്നു പറയാറുണ്ട്. ഞാൻ പറഞ്ഞു, ഇപ്പോ അദ്ദേഹം കഴിഞ്ഞ ജനുവരി 28-ാം തീയതി ചില തീരുമാനങ്ങൾ എടുത്തപ്പോൾ തന്നെ അതിലേക്ക് നയിച്ച സാഹചര്യങ്ങളെ അദ്ദേഹത്തിന് അതിലേക്ക് പ്രേരിപ്പിച്ച ഘടകങ്ങളെ ന്യായീകരിച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അത് ശരിയാണെന്നാണ് ഇന്നും എൻ്റെ വിശ്വാസം. കാരണം ഹൈക്കമാൻഡും അദ്ദേഹവുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടായി. അപ്പോൾ അദ്ദേഹം ചെയ്യുന്ന വശങ്ങളുടെ നല്ല കാര്യങ്ങൾ എപ്പോഴും ഞാൻ ചൂണ്ടിക്കാണിക്കാറുണ്ട്. പക്ഷെ ഫൈനലായി നമ്മൾ തീരുമാനം എടുക്കുമ്പോൾ അത് പാർട്ടിയുടെ അന്തിമമായി പാർട്ടി ഒന്നിച്ചു പോകുന്ന രീതിയിലുള്ള തീരുമാനമായിരിക്കണം നമ്മൾ അവസാനം എടുക്കുന്നത്. ഇങ്ങനെ ഒരാൾ ഇപ്പം നമ്മുടെ ഒരു സോഷ്യൽ പെർസെപ്ഷനിലുള്ള ഒരു നേതാവ് എന്ന് പറയുന്ന ആൾക്ക് അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകന് തികച്ചും പാർട്ടി താല്പര്യം മാത്രം കണക്കിലെടുത്തുകൊണ്ട് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തു എന്നൊക്കെ പറയുമ്പോൾ അത് വിശ്വസിക്കാൻ ഒരു പരിധി വരെ സാധ്യമാവുന്നില്ല. സ്വാർത്ഥ താല്പര്യങ്ങൾ കുറച്ചെങ്കിലും ഇല്ലേ എന്ന് തന്നെയാണ് സംശയം. ഇപ്പോഴും സാർ ഇത്രയൊക്കെ എന്റെ മുന്നിൽ തന്നെ ഇരുന്നുകൊണ്ട് എന്നോട് തന്നെ പറഞ്ഞു കേൾപ്പിച്ചിട്ടും എന്റെ മനസ്സിൽ തോന്നുന്ന സംശയം ഈ പറയുന്നതിലൊക്കെ എവിടേക്കോ ഒരു വശപ്പശക അല്ലെങ്കിൽ ഒരു കണ്ണി ചേർക്കാതെ പോകുന്നില്ല എന്ന് തോന്നുന്നുണ്ട്. അല്ല, അതില് ഇപ്പൊ ചിലരൊക്കെ പ്രചരിപ്പിക്കും മറ്റേ ഒരു മന്ത്രിസ്ഥാനം കിട്ടിയപ്പോൾ എല്ലാം കോംപ്രമൈസ് ചെയ്തെന്നൊക്കെ പറയും. ഞാൻ പറയാം, ഇപ്പം എൻ്റെ ജീവിതം എടുത്താൽ ഞാൻ ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലത്താണ് എൻ്റെ അച്ഛൻ കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയാണ്. അത് തന്നെ അന്ന് ഏറ്റവും വലിയ പോസ്റ്റ് അന്ന് നമ്പർ 2 ആണ്. അത് കഴിഞ്ഞ് ഫാദർ ചീഫ് മിനിസ്റ്ററായി, സെൻട്രൽ മിനിസ്റ്ററായി. ഞാൻ തന്നെ പാർലമെൻറ്റിൽ തിരഞ്ഞെടുക്കപ്പെട്ടു, MP ആയി. ഞാൻ എല്ലാവരുടെ ഈ മന്ത്രിയുടെ ഒക്കെ വലിപ്പത്തിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ടുള്ള ഒരാളാണ് ഞാൻ പറഞ്ഞല്ലോ. 9 മന്ത്രിമാരെ നിയന്ത്രിക്കുന്ന KPC പ്രസിഡന്റ് സ്ഥാനത്ത് കിട്ടിയത് അധികാരങ്ങളൊന്നും ഇല്ലാത്തൊരു വൈദ്യുതി മന്ത്രിയുടെ പദവിയാണ്. ഇതൊരു പദവിയായിട്ട് ഞാൻ കാണുന്നില്ല. ഇതിലും ഉന്നതമായിട്ടുള്ള പദവിയായിട്ട് ഞാൻ MP സ്ഥാനമാണ് കാണുന്നത്. ഈ വൈദ്യുതി മന്ത്രി അധികാരമില്ല എന്ന് പറഞ്ഞല്ലോ, ഒരു ഗിവൺ എ ചാൻസ് ഒരു ഈ മന്ത്രിയാവുന്ന മുഹൂർത്തത്തിൽ അല്ലെങ്കിൽ മന്ത്രിയാവുന്നതിന് തൊട്ട് മുമ്പ് ഒരു വകുപ്പ് കിട്ടി, ഏതാണ് വകുപ്പ് താല്പര്യമുണ്ടായിരുന്ന വകുപ്പ് എന്ന് ചോദിച്ചാൽ ഏത് പറയും? ഞാൻ സംസ്ഥാനത്തിന്റെ ഏത് മന്ത്രിസ്ഥാനം കിട്ടിയാലും അതിന് അതിൻ്റെതായിട്ടുള്ള ദോഷങ്ങളുണ്ട്. എല്ലാവരും വലിയ കാര്യമായിട്ട് എടുക്കുന്ന ആഭ്യന്തര മന്ത്രി സ്ഥാനമാണ്. പക്ഷെ ഒരു സ്ഥലത്ത് വെടിവെപ്പ് വന്നാൽ ആദ്യം സമാധാനം പറയേണ്ട ആഭ്യന്തരമന്ത്രിയാണ്. ധനകാര്യത്തിന്റെ സ്ഥിതി നമ്മുടെ നാട്ടിലെ സ്ഥിതി അറിയാം. ശമ്പളം കൊടുക്കാൻ തന്നെ പൈസയ്ക്ക് വിമിഷ്ടപ്പെടുന്ന ഒരു സംസ്ഥാനമാണ്. അപ്പൊ ഇവിടെ ഒരു മന്ത്രി എന്ന് പറഞ്ഞു പിന്നെ അതിൽ വകുപ്പിന്റെ ഏത് കാര്യമാണെങ്കിലും വൈദ്യുതി പാത്ര ഈ വകുപ്പിന്റെ സ്ട്രെങ്ത് നോക്കി അത്ര മോശപ്പെട്ട വകുപ്പൊന്നുമല്ല. ആഭ്യന്തര ധനകാര്യം പോലത്തെ ഒരു സ്റ്റാറ്റസ് ഉള്ള വകുപ്പ് തന്നെയാണ്. പക്ഷെ എങ്കിലും സംസ്ഥാനത്തെ ഒരു മന്ത്രിയുടെ, ഞാൻ അതാ പറഞ്ഞൊരു മന്ത്രിയുടെ അധികാരം വളരെയൊക്കെ പരിമിതമാണ്. അതുകൊണ്ട് ഈ കിട്ടിയത് അത്ര വലിയ സാധനമൊന്നുമല്ല. 2001 ജനുവരി 1 മുതൽ ഇന്ന് വരെയുള്ള ദിവസങ്ങൾ നമ്മൾ ഒന്നുകൂടി നോക്കിയാൽ
ഏറ്റവും അധികം തവണ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്, ഏറ്റവും അധികം തവണ കോട്ട് ചെയ്യപ്പെട്ട രാഷ്ട്രീയ പ്രവർത്തകൻ ആരാണെന്ന് ചോദിച്ചാൽ സാറിന്റെ പേരാണ്. അതിൽ ചിലപ്പോ ശരിയായിരിക്കാം. കാരണം എന്റെ പ്രസ്താവനകളൊന്നുമില്ലാത്ത വിഷ്വൽ മീഡിയാസോ പത്രങ്ങളോ ഞാൻ വഹിച്ച സ്ഥാനങ്ങളുടെ പ്രാധാന്യം കൊണ്ട്. അല്ല, അതും ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇത് ഈ 2 നാൾ കൊണ്ടൊരുത്തനെ തോളിലേറ്റുന്നതും പത്രം, അത് കഴിഞ്ഞാൽ 2 നാൾ കഴിഞ്ഞാൽ താഴെ ഇറക്കുന്നതും മിക്കവാറും പത്രങ്ങൾ തന്നെയാണ്. ആ ഒരു ഫിനോമിനെ കുറിച്ച് സാറ് പറയുന്ന ഒരു കാര്യം ശരിയാണ്. ഇപ്പോ 91 മുതൽ കേരളത്തിലെ വാർത്താ മാധ്യമങ്ങൾ നിറഞ്ഞു നിന്ന ഒരാളാണ്. അതെ, അറിയാം. പക്ഷേ അന്നൊരു വ്യത്യാസമുണ്ട്. അന്നൊരു പത്രം ഒരാളെ കുറിച്ച് നല്ലത് എഴുതിയാൽ അതാണ് ശരിയെന്ന് ജനം വിശ്വസിച്ചിരുന്നു. ഒരാളെ കുറിച്ച് മോശം എഴുതിയാൽ അതാണ് ദോഷമെന്ന് എല്ലാവരും വിശ്വസിച്ചിരുന്നു. ഇപ്പൊ ഞാൻ തന്നെ പറയാം, എന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഏറ്റവും പ്രയാസങ്ങൾ ഉണ്ടായത് ചില പത്രങ്ങളിലൊക്കെ വന്ന ക്രിറ്റിസിസങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ ജനം ഇത് വായിക്കുമ്പോൾ അത് വിശ്വസിച്ചിരുന്നൊരു കാലം ഉണ്ടായി. ഇന്നത് മാറി. ഇന്ന് വിഷ്വൽ മീഡിയാസിന്റെ കാലമാണ്. ഒരാളെ ടി വിയിൽ അവരുടെ പെർഫോമൻസ് കാണുമ്പോൾ അത് നോക്കി വിലയിരുത്തുന്നവരുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ വാർത്താ മാധ്യമങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞ് ജനം നേരിട്ട് കാണും. ഞാൻ എന്താണ് പറയുക, ഇന്ന് ഞാൻ പറഞ്ഞ കാര്യം നാളെ എനിക്ക് നിഷേധിക്കാൻ സാധ്യമല്ല. കാരണം ഇന്ന് ഞാൻ പറഞ്ഞതിന്റെ വീഡിയോ ടൈപ്പ് എടുത്തു വെച്ചാൽ അത് നാളെ കാണിക്കുമ്പോൾ ജനത്തിന് അറിയുന്നില്ല എന്താ പറഞ്ഞത്. ഇന്ന് ജനത്തിന് നേരിട്ട് വിലയിരുത്താൻ സാധിക്കുന്നത്. ഞാൻ അതിനെ ഏറ്റവും ഗുണകരമായൊരു കാര്യമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. കാരണം ഒരു പത്രം വിചാരിച്ചാൽ ഒരാളെ നശിപ്പിക്കാനോ ഉയർത്താനോ കഴിയാത്ത രീതിയിൽ ഇന്ന് വിഷ്വൽ മീഡിയ വളരെ സ്ട്രോങ് ആയി വന്നിരിക്കും. സാർ, ഇപ്പോൾ ഒരു നിമിഷം നേരത്തേക്ക് സാർ അവിടെ നിന്ന് ഒന്ന് എഴുന്നേറ്റ് ഇപ്പുറത്തേക്ക് ഇരിക്കുന്ന ഒരു അവസ്ഥ ഒന്നാലേക്ക് ഇവിടെ ഇരുന്നു കൊണ്ട് സാർ മുരളീധരനെ നോക്കുമ്പോൾ അച്ഛനാണോ മകനാണോ കേമൻ, അച്ഛനാണോ മകനാണോ ശരി? ശരിയും തെറ്റും 2 ഭാഗത്തുണ്ടാകും. പക്ഷേ കെ കരുണാകരൻ എന്നുള്ള വ്യക്തിക്ക് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. കാരണം അത് വർഷങ്ങളായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉള്ള, ജീവിതത്തിൻ്റെ ഉയർച്ചയും താഴ്ചയും ഒക്കെ അനുഭവിച്ചറിഞ്ഞ, ഇപ്പം ഞാനൊക്കെ ആണെങ്കിൽ അത് കണ്ടറിഞ്ഞിട്ട് ഇതൊക്കെ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞ, അന്നത്തെ പഴയ തലമുറയുടെ ജീവിത രീതികളും ഇന്നത്തെ ജീവിത രീതികളും കണ്ട് മനസ്സിലാക്കിയ ആ ഒരു വ്യക്തിത്വത്തിനോളം ഒരിക്കലും എനിക്ക് അടുത്തെത്താൻ സാധ്യമല്ല. കാലഘട്ടങ്ങളുടെ വ്യത്യാസവും അതുപോലെ പ്രവർത്തനങ്ങളുടെ വ്യത്യാസവും മേഖലകളിൽ നിന്ന് മാറിയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും കെ കരുണാകരൻ്റെ വ്യക്തിത്വത്തോളം എത്താൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. നാളെ അത്രയോ എത്തും എന്നുള്ള വിശ്വാസം എനിക്ക്. ഇതുപോലുള്ള അഭിമുഖ പരിപാടികളിൽ ഒഴിവാക്കാൻ കഴിയാത്തൊരു വരിയുണ്ട്, തിരക്കിനിടയിലും സമയം കണ്ടെത്തി ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ എന്നുള്ള ആ വരിയുടെ അർത്ഥവും ശക്തിയും അനുഭവിച്ചറിയുന്ന മുഹൂർത്തമാണ് എനിക്കിത്. സമയമില്ലാതെടുത്തൊന്നും സമയം സ്ക്വീസ് ഔട്ട് ചെയ്ത് ഞങ്ങൾക്ക് ഒരു അല്പം നേരം തന്നതിന് വളരെയധികം നന്ദിയുണ്ട് സർ. പോയിന്റ് ബ്ലാങ്ക് എന്ന ജീവൻ ടി വിയുടെ ഈ പരിപാടി എന്നെ വളരെയധികം ആകർഷിക്കുകയുണ്ടായി. അഡ്വക്കേറ്റ് സംഗീത ലക്ഷ്മൺ നേതൃത്വം നൽകിയ ഈ പരിപാടി തുടർന്നും ഒരുപാട് പ്രധാന ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്താൻ ജീവൻ ടി വിക്ക് സാധിക്കട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ ആശംസിക്കുകയാണ്.